ഹലോ ഓൾ, എൻ്റെ പേര് ശ്രീഹിത. ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഡോപ്പയിലെ ഒരു മെൻറ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2-3 മാസമായില്ലേ? അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സമയമാണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റഡി സ്ട്രാറ്റജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ. ആദ്യമായിട്ട് ഡെയിലി ഷെഡ്യൂളിനെ കുറിച്ച് നോക്കാം. ഡെയിലി ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അറിയാം, നിങ്ങളിപ്പോൾ ഒരു വർഷം NEET 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രീം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ദിവസത്തിലെ ഭൂരിഭാഗം സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്, ഓഫ് കോഴ്സ്. അപ്പോൾ പഠിക്കുന്നത് തന്നെ നമുക്കൊന്ന് ഷെഡ്യൂൾഡായിട്ട് പോവാം. നിങ്ങൾക്കിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ക്ലാസ്സസ് കാണുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആൻഡ് റിവിഷൻ. ഇതാണ് നിങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലേ? ക്ലാസ്സസ് കാണുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഡെയിലി ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് എഴുന്നേക്കാനും വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഡെയിലി 6 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ പിറ്റേ ദിവസം ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ 21 ഡേയ്സ് വേണമെന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ 21 ഡേയ്സ് നിങ്ങൾ 6 മണിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഒരു സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുന്നേക്കാൻ പറ്റും, വിത്തൗട്ട് ആൻ അലാം. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും. നിങ്ങൾ ഷെഡ്യൂൾഡായിട്ട് ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ളൊരു മടുപ്പ് പോവും. അതേപോലെ തന്നെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡോപ്പയിന്നാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഷെഡ്യൂൾ തരുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. പിന്നെ നിങ്ങളിപ്പോൾ പകുതിക്കുന്നൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുറേ പെൻഡിങ് ഉണ്ടാവും കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ പെൻഡിങ് വന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ പെൻഡിങ് ക്ലാസ്സസ് തീർക്കുന്നതിന് പകരം കൂടുതലായിട്ട് ഡെയിലി ഷെഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഡെയിലി ഷെഡ്യൂളിന് പകരം പെൻഡിങ്ങിലെ ക്ലാസ് കാണാൻ നിന്നാൽ രണ്ടും നടക്കാത്ത അവസ്ഥയിലായിപ്പോൾ. അപ്പോൾ അതിന് വരുത്താണ്ടിരിക്കുക, ഡെയിലി ഷെഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇനി മുന്നേ ഉള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ വീക്ക്ലി എക്സാം ആയാലും മന്ത്ലി ഗ്രാൻഡ് എക്സാം ആയാലും അതുപോലെ തന്നെ റിവിഷൻ എക്സാം ആയാലും കുറേ എക്സാംസ് നടക്കുന്നുണ്ട്. പിന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം PCT ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഷെഡ്യൂളിൻ്റെ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ളത് ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ നോട്ട്സ് എഴുതുക, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതുക. ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ ചിലപ്പം ചില ആൾക്കാർ പോസ് ചെയ്തിട്ട് നോട്ട് എഴുതുന്നത്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയം ആക്ച്വലി പോവാണ് അവിടെ. നിങ്ങൾക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 75% കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഏകദേശം പഠിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കി 25% നമുക്ക് നോട്ട്സ് വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ക്ലാസ് കാണാം, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പഠിക്കാൻ നോക്കുക. കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന ക്ലാസ് കാണാം എല്ലാവരും. അതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഉള്ളത് ആ നോട്ട്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ട്സ് തുറക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ആദ്യം കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നോട്ട് നമ്മളിപ്പോൾ 10 വരെ അല്ലെങ്കിൽ +2 വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞാൽ തിയറി നന്നായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം കാര്യമായിട്ടില്ല. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ തിയറി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അത് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളൊരു സാധനമാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് വായിക്കുക. നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കുറേ കാര്യങ്ങൾ കിട്ടി, അതൊന്ന് ജസ്റ്റ് ഓടിച്ച് വിട്ട് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ നോട്ട് മാറ്റി വെച്ച് ഏകദേശം ഉള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും, കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ സൊല്യൂഷൻ നോക്കി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്സ് വെച്ചിട്ട് ആ ഇക്വേഷൻസ് ഒന്ന് നോക്കി റെഫർ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഒരു 10-20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ നോക്കി ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വരും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ സ്റ്റഡി സ്ട്രാറ്റജി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. പിന്നെ ഡെയിലി റിവിഷൻ. നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് ആണുള്ളത് നോക്കുക. അപ്പോൾ ഒരു ദിവസം ബയോളജി മാത്രമേ ക്ലാസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ദിവസം നിങ്ങൾ ബയോളജി മാത്രം പഠിച്ചിട്ട് നിർത്തുമോ? അങ്ങനെ പാടില്ല. നമ്മൾ ഒരു ദിവസവും 3 സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടി നോക്കുക. ഈക്വൽ ടൈം അല്ലെങ്കിലും 3 സബ്ജക്റ്റ് ഒന്ന് തൊടാൻ വേണ്ടി നോക്കുക എല്ലാ ദിവസവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ബയോളജിയാണ് ക്ലാസ് എങ്കിൽ ബാക്കി ഒരു മണിക്കൂർ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്കിപ്പോൾ ഒരു 14 hours ഒക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ 1 മണിക്കൂറിൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ റിവൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് വായിക്കുക. ഷോർട്ട് നോട്ട്സ് ഇപ്പോൾ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 2-3 പേജൊക്കെ മാക്സിമം പാടുള്ളൂ. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പരമാവധി കൺസൈസ് ആൻഡ് പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന സാധനങ്ങൾ മാത്രം ഷോർട്ട് നോട്ട്സിൽ എഴുതിയിട്ട് അത്രയും പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഡെയിലി റിവിഷൻ എന്നുള്ള പോലെ ഒരു 1 മണിക്കൂർ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും 3 സബ്ജക്ട്സ് നമ്മൾ ടച്ച് ചെയ്യുകയും ചെയ്യും. ഒന്നുമായിട്ട് നമ്മളങ്ങനെ വിട്ടുപോകില്ല. മുന്നേ പഠിച്ച കാര്യങ്ങളൊന്നും
വിട്ടു പോവാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഡെയിലി ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.